സകലത്തിന്റെയും സൃഷ്ടാവും പിതാവുമായ ദൈവത്തിന്റെയും കർത്താവായ യേശു ക്രിസ്തുവിന്റെയും നാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ഇന്ന് ജൂൺ 2. ഇന്ന് നമ്മൾ വായിക്കുന്ന ആദ്യത്തെ വായനാ ഭാഗം യോശുവ 19-ാം അധ്യായം. യോശുവ 19-ാം അധ്യായം 1-ാം വാക്യം മുതൽ. രണ്ടാമത്തെ നറുക്ക് ശിമിയോന് കുടുംബമായ ശിമിയോൻ മക്കളുടെ ഗോത്രത്തിന് വന്നു. അവരുടെ അവകാശം യഹൂദ മക്കളുടെ അവകാശത്തിന്റെ ഇടയിലായിരുന്നു. അവർക്ക് തങ്ങളുടെ അവകാശത്തിൽ ബേർശേബ, ശേബ, മോലാദ, ഹസാർ ഷുവാൽ, ബാല, ഏസേം, എൽത്തോലത്ത്, ബേഥൂൽ, ഹൊർമ, സിക്ലാഗ്, ബേത് മർക്കാബോത്ത്, ഹസർ സൂസ, ബേത് ലബായോത്ത്, ഷാരൂഹേം ഇങ്ങനെ 13 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും, അയീൻ, റിമ്മോൻ, ഏഥേർ, ആശാൻ ഇങ്ങനെ 4 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. ഈ പട്ടണങ്ങൾക്ക് ചുറ്റും തെക്കേ ദേശത്തിലെ രാമ എന്ന ബാലാത് ബേർ വരെയുള്ള സകല ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു. ഇത് ശിമയോൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി കിട്ടിയ അവകാശം. ശിമയോൻ മക്കളുടെ അവകാശം യഹൂദ മക്കളുടെ ഓഹരിയിൽ ഉൾപ്പെട്ടിരുന്നു. യഹൂദ മക്കളുടെ ഓഹരി അവർക്ക് അധികമായിരുന്നതുകൊണ്ട് അവരുടെ അവകാശത്തിന്റെ ഇടയിൽ ശിമയോൻ മക്കൾക്ക് അവകാശം ലഭിച്ചു. സെബൂലൂൻ മക്കൾക്ക് കുടുംബമായി 3-ാമത്തെ നറുക്ക് വന്നു. അവരുടെ അവകാശത്തിന്റെ അതിർ സാരിദ് വരെ ആയിരുന്നു. അവരുടെ അതിർ പടിഞ്ഞാറോട്ട് മരലയിലേക്ക് കയറി ദമേശേത്ത് വരെ ചെന്ന് യൊക്നെയാമിനെതിരെയുള്ള തോട് വരെ എത്തുന്നു. സാരിദിൽ നിന്ന് അത് കിഴക്കോട്ട് സൂര്യോദയത്തിന്റെ നേരെ കിസ്ലോ താബോറിന്റെ അതിരിലേക്ക് തിരിഞ്ഞ് ദാബേരത്തിന് ചെന്ന് യാഫിയയിലേക്ക് കയറുന്നു. അവിടെ നിന്ന് കിഴക്കോട്ട് ഗത്ത് ഹേഫേരിലേക്കും ഏത് കാസീനിലേക്കും കടന്ന് നേയ വരെ നീണ്ടുകിടക്കുന്ന റിമ്മോനിലേക്ക് ചെല്ലുന്നു. പിന്നെ ആ അതിർ ഹന്നാത്തോന്റെ വടക്ക് വശത്ത് തിരിഞ്ഞ് ഇഫ്താഫ് ഏൽ താഴ്വരയിൽ അവസാനിക്കുന്നു. കത്താത്ത്, നഹലാൽ, ഷിമ്രോൻ, ഇദല, ബേത് ലഹീം മുതലായ 12 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും അവർക്കുണ്ടായിരുന്നു. ഇത് സെബൂലൂൻ മക്കൾക്ക് കുടുംബമായി കിട്ടിയ അവകാശമായ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും തന്നെ. 4-ാമത്തെ നറുക്ക് ഇസാഖാരിന് കുടുംബമായി ഇസാഖാർ മക്കൾക്ക് തന്നെ വന്നു. അവരുടെ ദേശം ഇസ്രായേൽ, കെസൂലോത്ത്, ശൂനേം, അഫാരയും, ഷിയോൻ, അനഹരാത്ത്, രബ്ബീത്ത്, കിർഷ്യോൻ, ഏബേസ്, രേമെത്ത്, എൻ ഗന്നീം, ഏൻഹദ, ബേത് പസേസ് എന്നിവ ആയിരുന്നു. അവരുടെ അതിർ താബോർ, ഷഹസൂമ, ബേത് ഷെമേസ് എന്നിവയിലെത്തി യോർധാങ്കൽ അവസാനിക്കുന്നു. ഇങ്ങനെ 16 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും ഉണ്ടായിരുന്നു. ഇത് ഇസാഖാർ മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി കിട്ടിയ അവകാശം. ഈ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും തന്നെ. ആശേർ മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി 5-ാമത്തെ നറുക്ക് വന്നു. അവരുടെ ദേശം ഹെൽക്കത്ത്, ഹലി, ബേദൻ, അക്ഷാഫ്, അല്ലമേലെക്, അമാദ്, മിഷാൽ എന്നിവ ആയിരുന്നു. അത് പടിഞ്ഞാറോട്ട് കർമേലും സീഹോർ ലിംനാത്തും വരെ എത്തി സൂര്യോദയത്തിന് നേരെ ബേത് ദാഗോനിലേക്ക് തിരിഞ്ഞ് വടക്ക് സെബൂലൂനിലും ബേത് ഏമേക്കിലും നെയ്യേലിലും ഇഫ്താഫ് ഏൽ താഴ്വരയിലും എത്തി ഇടത്തോട്ട് കാബൂൽ, ഹെബ്രോൻ, രേഹോബ്, ഹമ്മോൻ, കാന എന്നിവയിലും മഹാനഗരമായ സീദോൻ വരെയും ചെല്ലുന്നു. പിന്നെ ആ അതിർ രാമയിലേക്കും ഉറപ്പുള്ള പട്ടണമായ സോരിലേക്കും തിരിയുന്നു. പിന്നെ ആ അതിർ ഹോസായിലേക്ക് തിരിഞ്ഞ് സക്സീദ് ദേശത്ത് സമുദ്രത്തെങ്കിൽ അവസാനിക്കുന്നു. ഉമ്മ, അഫേക്, രേഹോബ് മുതലായ 22 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും അവർക്കുണ്ടായിരുന്നു. ഇത് ആശേർ മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി കിട്ടിയ അവകാശം. ഈ പട്ടണങ്ങളും അവയുടെ ഗ്രാമങ്ങളും തന്നെ. 6-ാമത്തെ നറുക്ക് നഫ്താലി മക്കൾക്ക് കുടുംബമായി നഫ്താലി മക്കൾക്ക് തന്നെ വന്നു. അവരുടെ അതിർ ഹെലേഫും സാനനീമിലെ കരുവേലകവും തുടങ്ങി അദാമി നേക്കേബിലും എബ്നോലിലും കൂടി ലക്കൂം വരെ ചെന്ന് യോർധാങ്കൽ അവസാനിക്കുന്നു. പിന്നെ ആ അതിർ പടിഞ്ഞാറോട്ട് അസ്നോത്ത് താബോരിലേക്ക് തിരിഞ്ഞ് അവിടെ നിന്ന് ഹൂക്കോക്കിലേക്ക് ചെന്ന് തെക്ക് വശത്ത് സെബൂലിനോടും പടിഞ്ഞാറ് വശത്ത് ആശേരിനോടും കിഴക്ക് വശത്ത് യോർധാന്യ യഹൂദയോടും തൊട്ടിരിക്കുന്നു. ഉറപ്പുള്ള പട്ടണങ്ങളായ സിദ്ദീൻ, സേർ, ഹമ്മത്ത്, രക്കത്ത്, കിന്നരോത്ത്, അദാമ, രാമ, ഹാസോർ, കേദേശ്,
എദ്രയി, ഏൻ ഹാസോർ, ഇരോൻ, മിഗ്ദൽ ഏൽ, ഹോരേം, ബേത് അനാഥ്, ബേത് ഷെമേസ്, ഇങ്ങനെ 19 പട്ടണവും അവയുടെ ഗ്രാമങ്ങളും. ഇവ നഫ്താലി മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി കിട്ടിയ അവകാശത്തിന്റെ പട്ടണങ്ങളും ഗ്രാമങ്ങളും തന്നെ. ദാൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി 7-ാമത്തെ നറുക്ക് വന്നു. അവരുടെ അവകാശ ദേശം സൊര, എസ്തോയേൽ, ഈർ ഷെമേഷ്, ശാലബീൻ, അയ്യാലോൻ, ഇത്ല, ഏലോൻ, തിമ്ന, എക്രോൻ, എൽത്തേക്കെ, ഗിബയോൻ, ബാലാദ്, ഇഹൂദ്, ബേൻ ബെരാഖ്, യത് രിമ്മോൻ, മേയർകോൻ, രക്കോൻ എന്നിവയും യാഫോവിനെതിരെയുള്ള ദേശവുമായിരുന്നു. എന്നാൽ ദാൻ മക്കളുടെ ദേശം അവർക്ക് പോയി. അതുകൊണ്ട് ദാൻ മക്കൾ പുറപ്പെട്ട് ലെശേമിനോട് യുദ്ധം ചെയ്ത് അതിനെ പിടിച്ച് വാളിന്റെ വായ്ത്തലാൽ സംഹരിച്ച് കൈവശമാക്കി അവിടെ പാർത്തു. ലേശേമിന് തങ്ങളുടെ അപ്പനായ ദാന്റെ പേരിൻ പ്രകാരം ദാൻ എന്ന് പേരിട്ടു. ഇത് ദാൻ മക്കളുടെ ഗോത്രത്തിന് കുടുംബമായി കിട്ടിയ അവകാശ പട്ടണങ്ങളും ഗ്രാമങ്ങളും ആകുന്നു. അവർ ദേശത്തെ അതിർ തിരിച്ചു കഴിഞ്ഞ ശേഷം ഇസ്രായേൽ മക്കൾ നൂന്റെ മകനായ യോശുവയ്ക്കും തങ്ങളുടെ ഇടയിൽ ഒരു അവകാശം കൊടുത്തു. അവൻ ചോദിച്ച പട്ടണമായി എഫ്രൈം മലനാട്ടിലുള്ള തിബ്നത്ത് സേരെ അവർ യഹോവയുടെ കൽപ്പന പ്രകാരം അവന് കൊടുത്തു. അവൻ ആ പട്ടണം പണിത് അവിടെ പാർത്തു. ഇവ പുരോഹിതനായ എലയാസരും നൂന്റെ മകനായ യോശുവയും ഇസ്രായേൽ മക്കളുടെ ഗോത്രപിതാക്കന്മാരിൽ പ്രധാനികളും ശീലോവിൽ സമാഗമന കൂടാരത്തിന്റെ വാതിൽക്കൽ യഹോവയുടെ സന്നിധിയിൽ വെച്ച് ചീട്ടിട്ട് അവകാശമായി വിഭാഗിച്ചു കൊടുത്ത അവകാശങ്ങൾ ആകുന്നു. ഇങ്ങനെ ദേശവിഭാഗം അവസാനിച്ചു. ഇന്നും നമ്മൾ വായിക്കുന്ന 2-ാമത്തെ വായനാഭാഗം യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 25-ാം അധ്യായം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 25-ാം അധ്യായം 1-ാം വാക്യം മുതൽ. യഹോവേ, നീ എന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ പുകഴ്ത്തും. ഞാൻ നിന്റെ നാമത്തെ സ്തുതിക്കും. നീ അത്ഭുതമായി പണ്ടേയുള്ള ആലോചനകളെ വിശ്വസ്തയോടും സത്യത്തോടും കൂടെ അനുഷ്ഠിച്ചിരിക്കുന്നുവല്ലോ. നീ നഗരത്തെ കൽക്കുന്നും ഉറപ്പുള്ള പട്ടണത്തെ ശൂന്യവും അന്യന്മാരുടെ അരമനകളെ നഗരമല്ലാതെ വണ്ണവും ആക്കി തീർത്തു. അത് ഒരു നാളും പണികയില്ല. അതുകൊണ്ട് ബലമുള്ള ജാതി നിന്നെ മഹത്വപ്പെടുത്തും. ഭയങ്കര ജാതികളുടെ പട്ടണം നിന്നെ ഭയപ്പെടും. ഭയങ്കരന്മാരുടെ ചീറ്റൽ മതിലിന്റെ നേരെ കൊടുങ്കാറ്റുപോലെ അടിക്കുമ്പോൾ നീ എളിവന് ഒരു ദുർഗവും ദരിദ്രന് അവന്റെ കഷ്ടത്തിൽ ഒരു കോട്ടയും കൊടുങ്കാറ്റിൽ ഒരു ശരണവും ഉഷ്ണത്തിൽ ഒരു തണലും ആയിരിക്കുന്നു. വരണ്ട നിലത്തിലെ ഉഷ്ണത്തെ പോലെ നീ അന്യന്മാരുടെ ആരവത്തെ അടക്കിക്കളയുന്നു. മേഘത്തിന്റെ തണൽ കൊണ്ട് ഉഷ്ണമെന്ന പോലെ നിഷ്കണ്ടകന്മാരുടെ പാട്ട് ഒതുങ്ങിപ്പോകും. സൈന്യങ്ങളുടെ യഹോവ ഈ പർവ്വതത്തിൽ സകല ജാതികൾക്കും മൃഷ്ടഭോജനങ്ങൾ കൊണ്ടും മട്ടുകൂറിയ വീഞ്ഞുകൊണ്ടും ഒരു വിരുന്ന് കഴിക്കും. മേധസ് നിറഞ്ഞ മൃഷ്ടഭോജനങ്ങൾ കൊണ്ടും മട്ട് നീക്കി തെളിച്ചെടുത്ത വീഞ്ഞുകൊണ്ടും ഉള്ള വിരുന്ന് തന്നെ. സകല വംശങ്ങൾക്കും ഉള്ള മൂടുപടവും സകല ജാതികളുടെയും മേൽ കിടക്കുന്ന മറവും അവൻ ഈ പർവ്വതത്തിൽ വെച്ച് നശിപ്പിച്ചു കളയും. അവൻ മരണത്തെ സദാകാലത്തേക്കും നീക്കിക്കളയും. യഹോവയായ കർത്താവ് സകല മുഖങ്ങളിൽ നിന്നും കണ്ണുനീർ തുടയ്ക്കുകയും തന്റെ ജനത്തിന്റെ നിന്ന സകല ഭൂമിയിൽ നിന്നും നീക്കിക്കളയുകയും ചെയ്യും. യഹോവയല്ലോ അരുളി ചെയ്തിരിക്കുന്നത്. അന്നാളിൽ ഇതാ നമ്മുടെ ദൈവം, അവനെ അത്രേ നാം കാത്തിരിക്കുന്നത്. അവൻ നമ്മെ രക്ഷിക്കും. അവൻ തന്നെ യഹോവ, അവനെ അത്രേ നാം കാത്തിരിക്കുന്നത്. അവന്റെ രക്ഷയിൽ നമുക്ക് ആനന്ദിച്ച് സന്തോഷിക്കാം എന്ന് അവർ പറയും. യഹോവയുടെ കൈ ഈ പർവ്വതത്തിൽ ആവസിക്കുമല്ലോ. എന്നാൽ വൈക്കോൽ ചാണകക്കുഴിയിലെ വെള്ളത്തിലിട്ട് ചവിട്ടുന്നത് പോലെ മോവാബ് സ്വസ്ഥാനത്ത് തന്നെ വിധിക്കപ്പെടും. നീന്തുന്നവൻ നീന്തുവാൻ കൈ നീട്ടുന്നത് പോലെ അവൻ അതിന്റെ നടുവിൽ കൈ നീട്ടും. എങ്കിലും അവന്റെ ഗർവവും കൈമിടുക്കും അവൻ താഴ്ത്തിക്കളയും. നിന്റെ ഉറപ്പും ഉയരവുമുള്ള മതിലുകളെ അവൻ താഴെ നിലത്ത് തള്ളിയിട്ട് പൊടിയാക്കിക്കളയും. ഇന്ന് നമ്മൾ വായിക്കുന്ന 3-ാമത്തെ വായനാഭാഗം എബ്രായർക്കെഴുതിയ ലേഖനം 8ഉം 9ഉം അധ്യായങ്ങൾ. എബ്രായർക്കെഴുതിയ ലേഖനം 8-ാം അധ്യായം 1-ാം വാക്യം മുതൽ. നാം ഈ പറയുന്നതിന്റെ സാരം എന്തെന്നാൽ, സ്വർഗത്തിൽ മഹിമാസനത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നവനായി വിശുദ്ധ സ്ഥലത്തിന്റെയും മനുഷ്യനല്ല കർത്താവ് സ്ഥാപിച്ച സത്യകൂടാരത്തിന്റെയും ശുശ്രൂഷകനായ മഹാപുരോഹിതൻ നമുക്കുണ്ട്. ഏത് മഹാപുരോഹിതനും വഴിപാടും യാഗവും അർപ്പിപ്പാൻ നിയമിക്കപ്പെടുന്നു. ആകയാൽ അർപ്പിപ്പാൻ ഇവനും വല്ലതും വേണം. അവൻ ഭൂമിയിലായിരുന്നെങ്കിൽ പുരോഹിതൻ ആകെയില്ലായിരുന്നു. ന്യായപ്രമാണ പ്രകാരം വഴിപാട് അർപ്പിക്കുന്നവർ ഉണ്ടല്ലോ.
കൂടാരം തീർപ്പാൻ മോശ ആരംഭിച്ചപ്പോൾ പർവ്വതത്തിൽ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം നീ സകലവും ചെയ്യുവാൻ നോക്കുക എന്ന് അവനോട് അരുളി ചെയ്തതുപോലെ അവർ സ്വർഗീയത്തിന്റെ ദൃഷ്ടാന്തവും നിഴലുമായതിൽ ശുശ്രൂഷ ചെയ്യുന്നു. അവനോ വിശേഷതയേറിയ വാഗ്ദത്തങ്ങളിൽ മേൽ സ്ഥാപിക്കപ്പെട്ട നിയമത്തിന്റെ മധ്യസ്ഥനാകിയാൽ അതിന്റെ വിശേഷതയ്ക്ക് ഒത്തവണ്ണം വിശേഷതയേറിയ ശുശ്രൂഷയും പ്രാപിച്ചിരിക്കുന്നു. ഒന്നാമത്തെ നിയമം കുറവില്ലാത്തതായിരുന്നുവെങ്കിൽ രണ്ടാമത്തേതിന് ഇടം അന്വേഷിക്കയില്ലായിരുന്നു. എന്നാൽ അവൻ അവരെ ആക്ഷേപിച്ചുകൊണ്ട് അരുളി ചെയ്യുന്നത്, ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദ ഗൃഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് കർത്താവിന്റെ അരുളപ്പാട്. ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിസ്രയീം ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളെ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെ അല്ല. അവർ എന്റെ നിയമത്തിൽ നിലനിന്നില്ല, ഞാൻ അവരെ ആദരിച്ചതുമില്ല എന്ന് കർത്താവിന്റെ അരുളപ്പാട്. ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു: ഞാൻ എന്റെ ന്യായപ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും. ഞാൻ അവർക്ക് ദൈവമായും അവർ എനിക്ക് ജനമായും ഇരിക്കും. ഇനി അവരിൽ ആരും തന്റെ കൂട്ടുകാരനെയും തന്റെ സഹോദരനെയും കർത്താവിനെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല. അവർ ആബാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും. ഞാൻ അവരുടെ അകൃത്യങ്ങളെക്കുറിച്ച് കരുണയുള്ളവൻ ആകും. അവരുടെ പാപങ്ങളെ ഇനി ഓർക്കുകയുമില്ല എന്ന് കർത്താവിന്റെ അരുളപ്പാട്. പുതിയത് എന്ന് പറയുന്നതിനാൽ ആദ്യത്തേതിനെ പഴയതാക്കിയിരിക്കുന്നു. എന്നാൽ പഴയതാകുന്നതും ജീർണിക്കുന്നതുമെല്ലാം നീങ്ങിപ്പോകുവാൻ അടുത്തിരിക്കുന്നു. എബ്രായർക്കെഴുതിയ ലേഖനം 9-ാം അധ്യായം 1-ാം വാക്യം മുതൽ. എന്നാൽ ആദ്യ നിയമത്തിനും ആരാധനയ്ക്കുള്ള ചട്ടങ്ങളും ലൗകികമായ വിശുദ്ധ മന്ദിരവും ഉണ്ടായിരുന്നു. ഒരു കൂടാരം ചമച്ച് അതിന്റെ ആദ്യ ഭാഗത്ത് നിലവിളക്കും മേശയും കാഴ്ചയപ്പവും ഉണ്ടായിരുന്നു. അതിന് വിശുദ്ധ സ്ഥലം എന്ന പേർ. രണ്ടാം തിരശ്ശീലയ്ക്ക് പിന്നിലോ അതിവിശുദ്ധം എന്ന കൂടാരം ഉണ്ടായിരുന്നു. അതിൽ പൊന്നുകൊണ്ടുള്ള ധൂപകലശവും മുഴുവനും പൊന്നു പൊതിഞ്ഞ നിയമപ്പെട്ടകവും അതിനകത്ത് മന്ന ഇട്ടുവെച്ച പൊൻപാത്രവും അഹ്റോന്റെ തളിർത്ത വടിയും നിയമത്തിന്റെ കൽപ്പലകകളും അതിനു മീതെ കൃപാസനത്തെ മൂടുന്ന തേജസ്സിന്റെ കെരൂബുകളും ഉണ്ടായിരുന്നു. അത് ഇപ്പോൾ ഓരോന്നായി വിവരിപ്പാൻ കഴിവില്ല. ഇവ ഇങ്ങനെ തീർന്ന ശേഷം പുരോഹിതന്മാർ നിത്യം മുൻകൂടാരത്തിൽ ചെന്ന് ശുശ്രൂഷ കഴിക്കും. രണ്ടാമത്തേതിലോ ആണ്ടിലൊരിക്കൽ മഹാപുരോഹിതൻ മാത്രം ചെല്ലും, രക്തം കൂടാതെയല്ല. അത് അവൻ തന്റെയും ജനത്തിന്റെയും അബദ്ധങ്ങൾക്ക് വേണ്ടി അർപ്പിക്കും. മുൻകൂടാരം നിൽക്കുന്നിടത്തോളം വിശുദ്ധ മന്ദിരത്തിലേക്കുള്ള വഴി വെളിപ്പെട്ടില്ല എന്ന് പരിശുദ്ധാത്മാവ് ഇതിനാൽ സൂചിപ്പിക്കുന്നു. ആ കൂടാരം ഈ കാലത്തേക്ക് ഒരു സാദൃശ്യമത്രേ. അതിന് ഒത്തവണ്ണം ആരാധനക്കാരന് മനസാക്ഷിയിൽ പൂർണ്ണ സമാധാനം വരുത്തുവാൻ കഴിയാത്ത വഴിപാടും യാഗവും അർപ്പിച്ചു പോരുന്നു. അവ ഭക്ഷ്യങ്ങൾ, പാനീയങ്ങൾ, വിവിധ സ്നാനങ്ങൾ എന്നിവയോടുകൂടെ ഗുണീകരണ കാലത്തോളം ചുമത്തിയിരുന്ന ജഡിക നിയമങ്ങളത്രേ. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണി അല്ലാത്തതായി എന്ന് വച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ളൊരു വീണ്ടെടുപ്പ് സാധിച്ചു. ആട്ടുകൊറ്റന്മാരുടെയും കാളകളുടെയും രക്തം മലിനപ്പെട്ടവരുടെ മേൽ തളിക്കുന്ന പശുഭസ്മവും ജഡിക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ, നിത്യാത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ നിങ്ങളുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്ര അധികം ശുദ്ധീകരിക്കും. അത് നിമിത്തം ആദ്യ നിയമത്തിലെ ലംഘനങ്ങളിൽ നിന്നുള്ള വീണ്ടെടുപ്പിനായി ഒരു മരണമുണ്ടായിട്ട് നിത്യാവകാശത്തിന്റെ വാഗ്ദത്തം വിളിക്കപ്പെട്ടവർക്ക് ലഭിക്കേണ്ടതിന് അവൻ പുതിയ നിയമത്തിന്റെ മധ്യസ്ഥൻ ആകുന്നു. നിയമം ഉള്ളിടത്ത് നിയമകർത്താവിന്റെ മരണം തെളിവാൻ ആവശ്യം. മരിച്ച ശേഷമല്ലോ നിയമം സ്ഥിരമാകുന്നത്. നിയമകർത്താവിന്റെ ജീവകാലത്തോളം അതിന് ഉറപ്പില്ല. അതുകൊണ്ട് ആദ്യ നിയമവും രക്തം കൂടാതെ പ്രതിഷ്ഠിച്ചതല്ല. മോശ ന്യായപ്രമാണ പ്രകാരം കൽപ്പനയൊക്കെയും സകല ജനത്തോടും പ്രസ്താവിച്ച ശേഷം പശുക്കിടാക്കളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്തെ വെള്ളവും ചുവന്ന ആട്ടുരോമവും ഈസോപ്പുമായി എടുത്ത് പുസ്തകത്തിന്മേലും സകല ജനത്തിന്മേലും തളിച്ച്, ഇത് ദൈവം നിങ്ങളോട് കൽപ്പിച്ച നിയമത്തിന്റെ രക്തം എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ അവൻ കൂടാരത്തിന്മേലും ആരാധനയ്ക്കുള്ള ഉപകരണങ്ങളിന്മേലും എല്ലാം രക്തം തളിച്ചു. ന്യായപ്രമാണ പ്രകാരം ഏകദേശം സകലവും രക്തത്താൽ ശുദ്ധീകരിക്കപ്പെടുന്നു. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല. ആകയാൽ സ്വർഗത്തിലുള്ളവയുടെ പ്രതിബിംബങ്ങളെ ഈ വകയാൽ ശുദ്ധമാക്കുന്നത് ആവശ്യം. സ്വർഗീയമായവയ്ക്കോ ഇവയേക്കാൾ നല്ല യാഗങ്ങൾ ആവശ്യം. ക്രിസ്തു വാസ്തവമായതിന്റെ പ്രതിബിംബമായി
കൈപ്പണിയായ വിശുദ്ധ മന്ദിരത്തിലേക്കല്ല, ഇപ്പോൾ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പ്രത്യക്ഷനാവാൻ സ്വർഗത്തിലേക്കത്രേ പ്രവേശിച്ചത്. മഹാപുരോഹിതൻ ആണ്ടുതോറും അന്യരക്തത്തോടുകൂടെ വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിക്കുന്നത് പോലെ അവൻ തന്നെത്താൻ കൂടെ അർപ്പിപ്പാൻ ആവശ്യമില്ല. അങ്ങനെയായാൽ ലോകസ്ഥാപനം മുതൽക്ക് അവൻ പലപ്പോഴും കഷ്ടം അനുഭവിക്കേണ്ടിയിരുന്നു. എന്നാൽ അവൻ ലോകാവസാനത്തിൽ സ്വന്തം യാഗം കൊണ്ട് പാപപരിഹാരം വരുത്തുവാൻ ഒരിക്കൽ പ്രത്യക്ഷനായി. ഒരിക്കൽ മരിക്കുകയും പിന്നെ ന്യായവിധിയും മനുഷ്യർക്ക് നിയമിച്ചിരിക്കാൻ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഈ വേദഭാഗങ്ങളാൽ പിതാവായ ദൈവത്തിങ്കിൽ നിന്നും കർത്താവായ ക്രിസ്തുയേശുവിൽ നിന്നും ഏവർക്കും കൃപയും കനിവും സമാധാനവും ഉണ്ടാകട്ടെ. ആമേൻ.